നമുക്കറിയാം ഈ ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്ത് 10 ദിവസം പിന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നൊരു തുടർ നടപടി സ്വീകരിക്കത്തിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വൈദ്യപരിശോധന എപ്പോഴാണ് നടക്കുക? അഞ്ജലി, ടി ജെ മോഹൻദാസിനെ ഇതുവരെ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ടി ജെ മോഹൻദാസിനെ കൊണ്ടുള്ള പോലീസ് വാഹനം ഇവിടേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ്. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നുണ്ടോ അതോ നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അടുത്ത ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. അല്പസമയത്തിനകം തന്നെ ടി ജി മോഹൻദാസിനെ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റ് ക്രമീകരണങ്ങളെല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് അടക്കമുള്ളവരുടെ കാര്യങ്ങളെല്ലാം ടി ജി മോഹൻദാസിനെ കൊണ്ടുള്ള വാഹനം, പോലീസ് വാഹനം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ടി ജി മോഹൻദാസിനെ വാഹനത്തിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകും, അകത്തേക്ക് കൊണ്ടുപോകും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ടി ജി മോഹൻദാസുമായി പോലീസ് സംഘം അവിടെ എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. വൈദ്യപരിശോധന നടക്കുന്ന മട്ടാഞ്ചേരി കരുവേലിപ്പടി ആശുപത്രിയിൽ നിന്നാണ് അനിൽ ജോർജ് വിവരങ്ങൾ നൽകിയത്.